കാര്യം ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് പോലെയല്ല ഒരു ദൈവപുരുഷന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്. ഒരു സാധാരണ മനുഷ്യൻ ഇത് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ പ്രവാചകന്മാർ, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കണം. ഹല്ലേലൂയ. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് പലപ്പോഴും പലരെ എൻകറേജ് ചെയ്യുന്നതും പലരെയും പലപ്പോഴും ഡിസ്കറേജ് ചെയ്യുന്നതും. ഒരു ദൈവപുരുഷന്റെ വായിലൂടെ വരുന്ന വാക്കുകളാണ് പലരെയും ബിൽഡപ്പ് ചെയ്യുന്നതും ബിൽഡപ്പ് ചെയ്തതിനെ പലതിനെയും ഡിസ്ട്രോയ് ചെയ്യുന്നതും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ അപ്പോസ്തലനായ പൗലോസിന്റെ വായിൽ നിന്ന് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള, ഡിസ്കറേജ് ചെയ്യുന്ന, മനസ്സിനെ ഉടച്ചു കളയുന്ന സംസാരമാണ് കേൾക്കുന്നത്. അതിന്റെ കാരണം എന്നാ? പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുവോ? ഞങ്ങൾക്ക് ആഴ്ചയാലല്ല ജീവിക്കുന്നത്, വിശ്വാസത്താൽ അത്രയെന്ന് കൊരിന്ത്യ സഭയോട് പറഞ്ഞ പൗലോസ്, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ, ദൈവസഭയ്ക്ക് 14 ഈടുറ്റ കരുത്തുള്ള ലേഖനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിലും ആത്മീയ മർമ്മങ്ങളിലും എഴുതി തന്ന മനുഷ്യൻ, ദൈവത്തെ മുഖാമുഖമായി കണ്ട് കണ്ണിന്റെ കാഴ്ച പോയി, ആമീൻ സ്തോത്രം, ദൈവത്തിന്റെ സന്ദർശനമുണ്ടായ മനുഷ്യൻ, ദൈവം സൗഖ്യമാക്കിയ മനുഷ്യൻ, അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ച മനുഷ്യൻ, ദേശാന്തര ശക്തികളെ തകർത്ത മനുഷ്യൻ, മരിച്ച യൂഥിക്കോസിനെ ഉയർപ്പിച്ച മനുഷ്യൻ, കൈവപ്പിൽ മാത്രമല്ല റൂമാലിൽ വരെ അഭിഷേകം വ്യാപരിക്കുന്ന മനുഷ്യൻ, തന്റെ മുകളിലുള്ള റൂമാൽ വലിച്ചെറിഞ്ഞപ്പോൾ രോഗികൾ സൗഖ്യമായത് ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ആ മനുഷ്യനാണ് പറയുന്നത് ലഗേജ് എല്ലാം നഷ്ടപ്പെടും, കപ്പലും പൊളിഞ്ഞു പോകും, പിന്നെ ഇതിനകത്തിരിക്കുന്ന ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമെന്ന് ഞാൻ കാണുന്നെന്ന് ഈ പഴയ പ്രവാചകന്മാരൊക്കെ പറയുന്നത്. ഞാൻ കാണുന്നു, അങ്ങനല്ലേ പുള്ളി പറഞ്ഞേ? ഞാൻ കാണുന്നു. ഒന്നോർത്തെ പുള്ളിയുടെ കൂടെ നടക്കുന്നവരുടെയൊക്കെ മുഖം പുള്ളി ഇത് പറയുമ്പം പ്രൈസ് ഗോഡ്. പക്ഷെ എന്റെ മെസ്സേജ് ഇതല്ല. ഇത്ര ശക്തനായ അഭിഷിക്തൻ, ഇത്ര ശക്തനായ ദൈവപുരുഷൻ സാക്ഷാൽ പൗലോസ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്? പറയാം. പൗലോസ് വാസ്തവമായും ഈ 10-ാം വാക്യത്തിൽ സംസാരിച്ചിരിക്കുന്നത് ആത്മാവിലല്ല. പൗലോസ് ഈ 10-ാം വാക്യത്തിൽ സംസാരിച്ചിരിക്കുന്നത് സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടാണ്. 2 രീതിയിൽ നാം ജീവിക്കാറുണ്ട്, 2 നിലകളിൽ നാം സംസാരിക്കാറുണ്ട്. ഒന്ന്, നാം മാനുഷികമായി ലോകത്തിന്റെ സാഹചര്യങ്ങൾക്കൊത്തവണ്ണം മനുഷ്യർ ജീവിക്കാറുണ്ട്. രണ്ടാമത്തെ ഒരു ജീവിതം, സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും, സാഹചര്യങ്ങൾ എത്ര പ്രതിസന്ധിയാണെങ്കിലും പലരും വിശ്വാസത്താൽ ജീവിക്കാറുണ്ട്. നിങ്ങൾ ആരും മിണ്ടിയിലും ഇതൊരു സത്യമായ കാര്യമാണ്. കാര്യം ഞാൻ പറയാം. വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസ് ലോകത്തിൽ വരുന്നു. എനിക്കറിയാം പ്രിയരെ, വിദേശ രാജ്യത്തിൽ ദുബായിലും ഗൾഫ് കൺട്രീസിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വിശ്വാസികളല്ലാത്ത, ഈ വിശ്വാസികളല്ലാത്ത എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല കേട്ടോ, ഒട്ടും വിശ്വാസം ഇല്ലാത്തത് വേറെ ടീമാണ്, അത് ഞാൻ പിന്നെ പറയാം. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല, അവർക്ക് നല്ല വിശ്വാസമാണ്. സ്തോത്രം. അവര് പറയാറുണ്ട്, ടിനു ബ്രദറെ, ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, ആഗോളമായിട്ട് ഈ ക്രൈസിസ് നിൽക്കുകയാണ്, എല്ലാവരുടെയും ജോലി പോവുകയാണ്, എല്ലായിടത്തും പ്രശ്നമാണ്, സാമ്പത്തിക മാന്ദ്യമാണ്, ഭയങ്കര പ്രതിസന്ധിയാണ്, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. ഓ, ഇനി എന്നെ ആകാനാണ്, നാട്ടിലെങ്ങാനും കയറിപ്പോവാം, ഒരു കാര്യമില്ല, അവിടെ ചെന്ന് വേറെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം, ഇനി ഇവിടെ നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്നാൽ ഇതേ സമയത്ത് ഇതേ സാഹചര്യം നിൽക്കുമ്പോൾ ഇതേ രാജ്യത്തിൽ മറ്റു ചിലരെ കാണാറുണ്ട്, അവര് പറയാറുണ്ട്, ഇനിവേ പ്രശ്നങ്ങളൊക്കെയാ, ഒരു ഫിൽസ് കയ്യിലെടുക്കാനില്ല, ഒരു ദിനാറ് കയ്യിലെടുക്കാനില്ല, ഒരു ഡോളർ കയ്യിലെടുക്കാനില്ല, ഭയങ്കര പ്രതിസന്ധിയാ, പക്ഷേ എനിക്കറിയാം എന്റെ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന്. 2 കൂട്ടം ജീവിക്കുന്നു. ഒന്ന്, സാഹചര്യങ്ങളെ നോക്കി ജീവിക്കുന്നവർ. 2, വിശ്വാസത്താൽ ജീവിക്കുന്നവർ. ഇവിടെ പൗലോസ് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയും, ഈ അടിച്ച സമ്മതിക്കാത്ത കാറ്റും
പ്രതികൂലത്തിന്റെ കാറ്റും ഈ പ്രതിസന്ധികളും ഓരോ മണിക്കൂർ കഴിയും തോറും ഇതിന്റെ തീവ്രത വർദ്ധിച്ചു വരുമ്പോൾ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ആടി ഉലയുന്ന മനുഷ്യൻ സാഹചര്യത്തെ കണ്ടിട്ട് പുള്ളിയോടും പറഞ്ഞു, കൂടെ എല്ലാരോടും പറഞ്ഞു, ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന്. പ്രൈസ് ഗോഡ്. അവിടുന്ന് തന്നെ മനസ്സിലാക്കിക്കോണം, ഇനി എത്ര വലിയ അപ്പോസ്തലനാണെങ്കിലും, ഇനി എത്ര വലിയ പ്രവാചകനാണെങ്കിലും, ഇനി എത്ര വലിയ അഭിഷിക്തനാണെങ്കിലും സാഹചര്യങ്ങളുടെ നടുവിൽ പലരും ഒലഞ്ഞു പോകാറുണ്ട്. പൗലോസ് ഒലഞ്ഞുപോയി. എന്നാൽ ഞാൻ പ്രധാന ഭാഗത്തിലേക്ക് വരികയാണ്. ഒന്നാമത് ഭയങ്കര ഡിസ്കറേജ്ഡ് ആയിട്ട് നിൽക്കുക പ്രിയരെ. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത ഒരു കാറ്റ്, ആദ്യം പ്രതികൂലത്തിന്റെ കാറ്റ്, പിന്നെ സമ്മതിക്കാത്ത കാറ്റ്. 14-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റൂടെ അടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിന്റെ മുകളിൽ ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ പറയുന്നില്ലേ, എന്റെ പൊന്നു ബ്രദറെ, ഒന്ന് കഴിയുമ്പോ ഒന്ന് അടുത്തത്. ഇങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള മെസ്സേജ് വരുന്നുണ്ട്. എന്താണ് ഈ പ്രതികൂലത്തിന്റെ കാറ്റങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതൊന്ന് ശാന്തമായപ്പോഴത്തേക്ക് ദാ വരുന്നു സമ്മതിക്കാത്ത കാറ്റ്. ഈ സമ്മതിക്കാത്ത കാറ്റൊന്ന് കുറഞ്ഞതേ ഉള്ളൂ. ഇത് കഴിഞ്ഞപ്പോ ദാ വരുന്നു ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ്. ഇതെപ്പ തീരും? ഇതെപ്പ കഴിയും? ഇതിന്റെ അവസാനം എന്താകും എന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യം. ഇതിന്റെ അവസാനം എന്താകും? എന്റെ ലൈഫ് എന്താകും? എന്റെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രകൾ എന്താകും? ഇതെപ്പ തീരും? ഈ പ്രതിസന്ധികൾ എപ്പ കഴിയും? ഈ പ്രതികൂലങ്ങൾ എന്ന് തീരും? ഈ കഷ്ടതകൾ എന്ന് വിട്ടൊഴിയും? എന്നെനിക്ക് പുറത്തു വരാൻ കഴിയും? എന്നെനിക്ക് ആശിക്കുന്ന തുറമുഖത്തെത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോട് കണക്ട് ചെയ്യുകയാണ് പൗലോസ് കടന്നുപോയ ഈ സംഭവം. പ്രതികൂലത്തിന്റെ കാറ്റ് കഴിഞ്ഞ് സമ്മതിക്കാത്ത കാറ്റ് കഴിഞ്ഞ് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ്. അങ്ങനെ ഈ കപ്പലിന്റെ നേരെ കാറ്റടിക്കുമ്പോൾ അവിടെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നേരെ നിൽക്കാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടങ്ങനെ പാറിപ്പോയെന്ന്. Can you please imagine that? എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ അടിച്ചോണ്ടിരിക്കുന്ന ഈ കാറ്റിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, കൈവിട്ടുപോയി. നമ്മൾ ഉപയോഗിക്കുന്ന പദം തന്നെ ഇതാ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുള്ള ദൂതാന്ന് കേട്ടോ. എല്ലാം കൈവിട്ടുപോയി ബ്രദറെ, എല്ലാം കൈവിട്ടുപോയി പാസ്റ്ററെ, എല്ലാം കൈവിട്ടുപോയി. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ കൈവിട്ടു പോയല്ലേ ഉള്ളൂ. അവര് കൈവിട്ട് ഇങ്ങനെ പറന്നു കടന്നെന്ന് കപ്പലിനകത്ത്. അവർ കൈവിട്ട് പാറിപ്പോയി. പിടിച്ചു നിൽക്കാൻ ഒരിടം കിട്ടാതെ അതിനകത്ത് കിടന്ന് വട്ടം കറങ്ങുക. ഹല്ലേലൂയ. സകലതും കൈവിട്ടു പോയി. ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളത്തിൽ പറയുന്നു, സകലതും കൈവിട്ടു പോയി. ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എല്ലാം അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു. ഒരു പിടുത്തവും എങ്ങും കിട്ടുന്നില്ല, ഒരു ഗ്രിപ്പും എങ്ങും കിട്ടുന്നില്ല. ആ നിലയിൽ എന്നെ കാണുന്ന ആരെങ്കിലും അടുത്ത ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോവുകയാണ്. 17-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നേ, ഈ കപ്പൽ മണൽത്തിട്ടമേൽ അകപ്പെടുമെന്ന് പേടിച്ച്. ആ പദം പക്ഷെ വിട്ടുപോകരുത് കേട്ടോ. ഈ പദങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഫാസ്റ്ററിന് പേടിയാ. ദൈവദാസൻ ഇവിടെ എഴുതിയിരിക്കുക, പൗലോസ് പേടിച്ചു പോയെന്ന്. അകപ്പെടുമെന്ന് പേടിച്ചു പായിറക്കി. പായിറക്കി എന്ന് പറഞ്ഞാ അന്നത്തെ കാലത്തെ കപ്പൽ പായ്ക്കപ്പല, കാറ്റിന്റെ ശക്തി കൊണ്ട് ഓടുന്ന കപ്പല. പായ് വലിച്ചു കെട്ടി. ആ പായും അവിടെ എഴുതിയിരിക്കുന്നു, ഈ കാറ്റത്ത് പാറിപ്പോയി. അവസാനത്തെ പ്രതീക്ഷയായിരുന്നു, അവസാനത്തെ ഐറ്റമായിരുന്നു. ചെയ്യാവുന്ന ബിസിനസ് മുഴുവൻ ചെയ്തു, പോകാവുന്ന ഇന്റർവ്യൂവിന് മുഴുവൻ പോയി, കാണാവുന്ന ആൾക്കാരെ മുഴുവൻ കണ്ടു, ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു.
അവസാനത്തെ അറ്റ കഴിക്കുന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു പായി എക്സ്ട്രാ ഇരിപ്പുണ്ടായിരുന്നു. ഈ സാധനം വലിച്ചു കെട്ടി. ഇതും അങ്ങനെ പറന്നങ്ങ് പോയി. അങ്ങനെ അത് പോയി കഴിഞ്ഞപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു. എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു. എല്ലാ പ്രതീക്ഷയും കൈവിട്ടു. എനിക്കറിയാം, ഞാനൊരു മെസ്സേജ് അല്ല പറയുന്നത്, ചിലരോടുള്ള ദൈവിക ആലോചനയാ പറയുന്നത്. ഒന്നിനു പിറകെ ഒന്നായി വെളിപ്പെട്ട പ്രതിസന്ധികൾ, ഒന്നിനു പിറകെ ഒന്നായി വെളിപ്പെട്ട വെല്ലുവിളികൾ നിന്നെ ഭയത്തിലും ആശങ്കയിലുമാക്കി. രക്ഷപ്പെടുവാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി, മുന്നോട്ട് പോകാൻ വേണ്ടി പല വഴികൾ നീ ശ്രമിച്ചു. നീ ശ്രമിച്ച വഴികളും നീ എടുത്ത എല്ലാ റൂട്ടുകളും തെറ്റിപ്പോയി. സകലതും നിന്റെ കൈപ്പിടി വിട്ട് കൈവിട്ടുപോയി. ഏറ്റവും ഒടുവിൽ രക്ഷപ്പെടും എന്ന ആശ മുഴുവൻ അറ്റുപോയി. എല്ലാ ഹോപ്പും അറ്റുപോയി. അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു സത്യം ഞാൻ പറയാം. കർത്താവ് എനിക്ക് പ്രേരണ തന്നുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നേ. കഴിഞ്ഞ 1.5 ആഴ്ചയായി ഇതേ ഭാഗം എന്റെ ഉള്ളത്തിൽ ദൈവം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ ജിജി മോഹനോട് പറഞ്ഞു, ദൈവദാസനെ, ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തേക്കുള്ള മെസ്സേജ് പ്രിപ്പയർ ചെയ്യാനിരിക്കുമ്പോഴും, ഈ കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിങ്ങിലുള്ള മെസ്സേജുകൾ തയ്യാറാക്കാൻ ഇരിക്കുമ്പോഴല്ലേ ഈ ഭാഗം എന്റെ അകത്തിങ്ങനെ കയറി വരികയാ. ആ ദൈവപുരുഷനോട്, ആ ദൈവമനുഷ്യനോട് ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസനെ, എനിക്കറിയത്തില്ല ഈ ദിവസങ്ങളിൽ ഈ ഭാഗം ആർക്കോ വേണ്ടി, ഏതോ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇത് പ്രസംഗിക്കുമെന്ന് ഞാൻ ആ മനുഷ്യനോട് പറയാൻ, ദൈവദാസനോട് പറയാൻ ഇടയായി. ഇതാരോടുള്ള സന്ദേശമാണ്? രക്ഷപ്പെടുമെന്നുള്ള ആശ മുഴുവൻ അറ്റുപോയി. എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു ഭയങ്കര സംഭവം ഉണ്ടായിട്ടോ. 22-23 വാക്യങ്ങളിൽ എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പീൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിക്കുവീനെന്ന് എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വായ്കൾ തുറന്നു പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഒരു നിമിഷം ബൈബിൾ തുറന്ന മുമ്പിൽ വെച്ചിരിക്കുന്നവരും വചനം ശ്രദ്ധയോടെ കേൾക്കുന്നവരും ഒന്നെന്നെ ശ്രദ്ധിക്കണം. 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞ എന്നാ? 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, നമ്മളെല്ലാരും നശിക്കാൻ പോകുകയാണ്, കപ്പല് തകരാൻ പോകുകയാണ്, പ്രാണനേറിയ കഷ്ടനഷ്ടങ്ങൾ വരാൻ പോകുകയാണ്, വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുകയാണ്, ഒരുത്തരും രക്ഷപ്പെടുകയില്ല എന്നല്ലേ 10-ാം വാക്യത്തിൽ പറഞ്ഞേ. പക്ഷെ 10-ാം വാക്യം കഴിഞ്ഞിട്ട് താഴോട്ട് അടുത്തടുത്ത സംഭവങ്ങൾ കഴിഞ്ഞ് ആശയും പ്രതീക്ഷയും എല്ലാം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ അവസാനത്തെ പ്രതീക്ഷയും കച്ചിത്തുരുമ്പും കത്തിപ്പോയി. നമ്മുടെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? രക്ഷപ്പെടാൻ അവസാനം എനിക്ക് എന്നാ കിട്ടി? ഒരു കച്ചിത്തുരുമ്പ്. ഇവരുടെ കച്ചിത്തുരുമ്പും കത്തിപ്പോയി. ഞാനൊരു സത്യം പറയാം, നിന്റെ കയ്യിലുള്ള കച്ചിത്തുരുമ്പും കത്തിപ്പോയിട്ടേ കർത്താവ് വരുള്ളൂ. അതുവരെ ദൈവം സൈലന്റ് ആയിരിക്കും.